2019 പറ്റിയത് വലിയ അബദ്ധം തന്നെയാണ്. എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടത് വലിയ അബദ്ധമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. കാര്യങ്ങളൊക്കെ അറിയാലോ. ഉറപ്പായിട്ട് ഇത്തവണ ജയിപ്പിച്ചു വിടും. ജയിക്കും എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ജയിപ്പിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കാൻ ഏറെ പല കഥകളുമായിട്ട് വരുന്നുണ്ട്. ഇന്നലത്തെ കഥയൊക്കെ എനിക്ക് ഓടിക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ വക്രമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അതൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ. ഇതൊന്നും അല്ല ചേർത്ത് നിൽക്കേണ്ടത്. പ്രാപ്തിയുള്ളയാളെ തിരഞ്ഞെടുത്തായി എങ്കിലേ നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് ഉതകും. ഇത്രയും ചിന്തിച്ചാൽ മതി. ആര് പോകുന്നത് കൊണ്ടാണ് ഗുണം? ആര് പോകുന്നത് കൊണ്ടാണ് ഗുണം? എവിടേക്കാണ് പോകുന്നത്, അവിടെ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും നല്ല നിശ്ചയമുണ്ട്. കേരളത്തിന് അറിയാം. പക്ഷെ ഇവിടുത്തെ ഈ മലീമസമാക്കിയ രാഷ്ട്രീയം, ഭരണം എല്ലാം മലീമസമാക്കിയ ആൾക്കാർക്ക് ഇനിയും കൈയടക്കി വെച്ചുകൊണ്ട് ബെടക്കാക്കണം എന്നുള്ള ഒറ്റ നിശ്ചയമേ ഉള്ളൂ. അതിന് നിങ്ങളുടെ വോട്ട് ഇത്തവണ പാത്രമാകരുത്. 2019 പറ്റിയത് വലിയ അബദ്ധം തന്നെയാണ്. അത് ഒരാളുടെ പ്രാപ്തിക്കുറവിനെയല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടത് വലിയ അബദ്ധമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ആ 5 വർഷം എനിക്ക് തന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത്രത്തോളം എനിക്ക് എത്തിക്കാൻ പറ്റി. റിട്ടയർ ചെയ്യാൻ കഷ്ടിച്ച് 2.5 വർഷം ബാക്കിയുള്ളപ്പോഴാണ് എനിക്ക് പിന്നെ ഓരോന്നും ചെയ്യാൻ പറ്റിയത്. അപ്പോഴേക്കും കോവിഡും വന്നു. 10 കോടി തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതിൽ നിന്ന് പിന്നെ 2 കോടിയാണ് തന്നത്. അതിൽ 1 കോടി ശക്തൻ മാർക്കറ്റിൽ കാണാനുണ്ട്. അത്രയും ഘനത്തിൽ ആരെങ്കിലും ചെയ്തോ? നിങ്ങളുടെ വോട്ട് മേടിച്ചു പോയ ആൾക്കാർ അത്ര ആലോചിച്ചു സംസാരിച്ചു തന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ അങ്ങനെയില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോകണ്ടേ. അതുകൊണ്ട് എല്ലാവരും അതുപോലെ അവിടെ അനങ്ങാതെ നിൽക്കുക. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക, കേട്ടോ. ഇനി ക്യാമറാമാനെ ഞാൻ ആനയെ കൊണ്ടൊന്ന് വിളിക്കണം, ആനയിക്കണം. അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ തന്നെ തിരിയരുത്, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ മതി.